നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എസ്സേക്ക് സ്കോപ്പുള്ളൊരു സെക്ഷനാണ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയായിരിക്കും. ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം. നമുക്ക് ബേസിക്കായിട്ട് ഈ 3 ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സപ്പോസ് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഒരുപാട് ഇലക്ട്രോൺസും ആറ്റംസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കും, അതിനുള്ളിലെല്ലാം ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ഓർബിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇലക്ട്രോണിന് സ്പിൻ മോഷനും ഉണ്ട്, ഓർബിറ്റൽ മോഷനും ഉണ്ട് അല്ലേ. അത് ഓൺ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പിൻ മോഷനും വരുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഓർബിറ്റൽ മോഷനും ഈ ഇലക്ട്രോൺസിനുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺ ഒരു ചാർജ് ആണല്ലോ, അപ്പോൾ അത് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അറൗണ്ട് ദിസ് മൂവിങ് ഇലക്ട്രോൺ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. എല്ലാം കണക്റ്റഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോർമലി ഒരു മെറ്റീരിയലിനുള്ളിൽ തന്നെ ഇഷ്ടംപോലെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കാണാം. കാരണം ഒരുപാട് ആറ്റംസ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇലക്ട്രോൺസ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോർമലി ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം റാൻഡംലി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഓറിയൻറ്റ് ചെയ്യുന്നെങ്കിൽ അടുത്തത് ഇങ്ങോട്ടായിരിക്കാം. അപ്പോൾ റാൻഡം ആയിട്ടായിരിക്കും ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. നോർമലി ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. ഇപ്പോൾ വെറുതെ നമ്മളൊരു അയേൺ എടുത്തു കഴിഞ്ഞാൽ, അയേണിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല അല്ല. ഒരു മെറ്റീരിയലിനെ അതൊരിക്കലും അട്രാക്റ്റ് ചെയ്യാനുള്ള മാഗ്നറ്റൈസേഷൻ അതിനില്ല. നോർമലി എടുക്കുകയാണെങ്കിൽ അയേണിന് ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണ്, അവിടെ 0 ആണ്. പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് മെറ്റീരിയൽസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പവർ വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പോൾ നോർമലി നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിലെന്താണ്, ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എല്ലാം റാൻഡംലി ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഈ മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്ന് വിചാരിക്കൂ. സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, അല്ലെങ്കിൽ ഒരു നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോളിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു മെറ്റീരിയലിനെ വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം ഇറ്റ് വിൽ അലൈൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ കറസ്പോണ്ടിങ് ടു ദിസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇത് പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അത് അലൈൻ ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും, ചിലപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും. അത് പറയാൻ പറ്റില്ല. അത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് മാറും. അപ്പോൾ എന്തായാലും നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം അലൈൻ ചെയ്യും അല്ലേ, പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ ചില പ്രോപ്പർട്ടീസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസൊക്കെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് മെറ്റീരിയൽസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡയാമാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ, ഫെറോമാഗ്നറ്റിക് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമ്മളവിടെ കൊടുക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദ അലൈൻമെൻറ്റ് ഓഫ് ദിസ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആൻഡ് ഓൾസോ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് obtained when this material is placed in an external magnetic field. These magnetic materials are basically classified into 3: diamagnetism, പാരാമാഗ്നറ്റിസം ആൻഡ് ഫെറോമാഗ്നറ്റിസം. അപ്പോൾ എങ്ങനെ അലൈൻ ചെയ്യുന്നു, എങ്ങനെ അലൈൻമെൻറ്റ് നടക്കുന്നു, മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എങ്ങനെ അലൈൻ ചെയ്യുന്നു, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് അവിടെ കിട്ടുന്നത് എന്നതിൻ്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡയാമാഗ്നറ്റിസം. സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസും മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ അട്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ല. സോ ചില മെറ്റീരിയൽസ് ഉണ്ട്, ദേ വിൽ ബി ഓൾവേസ് റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്ത് പോകുന്ന മെറ്റീരിയൽസിനെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് റിപ്പൽ ചെയ്ത്
റിപ്പൽ ചെയ്ത് എങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്? വീക്കർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ഈ മെറ്റീരിയൽസിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? റിപ്പൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വീക്കറിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ഈ മെറ്റീരിയൽസ് കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? അതിന് കുറച്ച് റീസൺ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ഈ മെറ്റീരിയൽസിന് ഈവൻ അറ്റോമിക് നമ്പർ ആയിരിക്കും. നോർമലി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെല്ലാം ഈവൻ അറ്റോമിക് നമ്പർ ആയിരിക്കും. സോ ഈവൻ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ 14, 12 ആ ഒരു രീതിയിലായിരിക്കും അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ ആറ്റംസും മോളിക്യൂൾസൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈവൻ ആയാലും ഓഡ് അറ്റോമിക് നമ്പർ ആയാലും നോർമലി എല്ലാം അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം അലൈൻ ചെയ്യുന്നത് റാൻഡം ആയിട്ടാണ് അല്ലേ? അപ്പോൾ റാൻഡം ആയിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് നോർമൽ കേസിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈവൻ അറ്റോമിക് നമ്പർ ആയതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഷെൽസ് എല്ലാം, ഓർബിറ്റൽ ഷെൽസ് എല്ലാം ഫിൽഡ് ആയിരിക്കും. നോ അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലേ? ഈവൻ അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഈവൻ അല്ലേ? അപ്പോൾ എല്ലാം പെയർ ചെയ്ത് അപ്പം 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 10ഉം പെയർ ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം 5 പെയർ ആയിട്ടാണ് ഇലക്ട്രോൺസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒരിക്കലും ഇതിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ 3 പോയിന്റ്സും ഫസ്റ്റ് 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ഇത് കാണിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദേ ഹാവ് ഈവൻ അറ്റോമിക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ നമ്പറും ഈവൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ 0 ആണ്. ദെൻ ഈവൻ ആയതുകൊണ്ട് തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും അതിൽ കാണില്ല. സോ ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനി എന്തുകൊണ്ടാണ് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആവുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഈവൻ അറ്റോമിക് നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഈവൻ അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ 2 ഇലക്ട്രോൺ ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് അലൈൻ ചെയ്യുന്നത് ഇങ്ങനെയും അടുത്തതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് അലൈൻ ചെയ്യുക. അപ്പോൾ മൊമെൻറ്റ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോർ എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മളൊരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അലൈൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്ത് 0 ആവും അല്ലേ? ഇനി അടുത്തൊരു പെയർ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അവിടെയും എന്താ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ ഈവൻ അറ്റോമിക് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് 0 ഇൻ ദി കേസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. സപ്പോസ് നമ്മളൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓറിയൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. അപ്പോൾ ആ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഓറിയൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ അത് അലൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഉള്ളിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഉള്ളിലുള്ള ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ കൊടുത്ത ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അലൈൻ ചെയ്യുക. സോ ആസ് എ റിസൾട്ട് ഇലക്ട്രോൺ ഹാവിങ് മൊമെൻറ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് അപ്പ്. മനസ്സിലായോ പറയുന്നത്? സോ നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം അലൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് റിപ്പൽ ചെയ്യുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നത്. സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്താൽ മാത്രമേ അട്രാക്റ്റീവ് പവർ കാണിക്കുകയുള്ളൂ. മനസ്സിലായോ? സോ ഇവിടെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റ്സ് എല്ലാം എങ്ങനെ അലൈൻ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇൻറ്റേർണൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അലൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഈ ഫീൽഡിൽ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നത്? റിപ്പൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസും തമ്മിലുള്ള കണക്ഷൻ. നൗ സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് ആൻഡ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സസെപ്റ്റിബിലിറ്റി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് റിപ്പൽ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് എന്നുള്ള വാല്യൂ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സസെപ്റ്റിബിലിറ്റി വിൽ ബി ഓൾവേസ് നെഗറ്റീവ് ആൻഡ് പെർമിയബിലിറ്റി ഓൾസോ ലെസ് ദാൻ 1. നെഗറ്റീവ് വാല്യൂ ആയിരിക്കാം, 0 വരാം, നെഗറ്റീവ് വാല്യൂ വരാം. സോ CU, ബിസ്മത്ത്, ലെഡ്, വാട്ടർ എന്നുള്ള മെറ്റീരിയൽസ് എല്ലാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. സോ ഇത്രയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത്
റിപ്പലിംഗ് എന്താണ് എന്നുള്ളൊരു കാര്യം എഴുതണം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എന്തുകൊണ്ടാണ് റിപ്പൽഷൻ വരുന്നത്, ഈവൻ നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ആണോ അല്ലെങ്കിൽ ഓഡ് അറ്റോമിക് നമ്പർ ആണോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യണം. നോർമലി മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. എക്സ്ട്രാ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് മൊമെൻ്റ് എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും എന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് ലെഞ്ചവിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ടേം ആണ് ലെഞ്ചവിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. ലെഞ്ചവിൻ തിയറിയിൽ പറയുന്നത് ഓൾറെഡി സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ലെഞ്ചവിൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. സസെപ്റ്റിബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റ്, അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സസെപ്റ്റിബിലിറ്റി കൈ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്, അതാണ് ലെഞ്ചവിൻ തിയറി. കൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ഓൾറെഡി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, μ0 E² NZ ഡിവൈഡ് ബൈ 6m ഇൻറ്റു ആവറേജ് ഓഫ് R². ഇതെന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസ്, അതെന്താണെന്ന് പറയാം. സോ സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഇതിനെയാണ് ലെഞ്ചവിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം എന്നതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിലെ μ0 ഇസ് ദ പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം, നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര ആറ്റംസ് ഉണ്ട് അതാണ് സ്മോൾ എൻ. സെഡ് ഈസ് ദ അറ്റോമിക് നമ്പർ, എം ഈസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇത് നമുക്ക് ഡൗട്ട് വരില്ല, μ0 EN/m. ഇനി ഡൗട്ട് വരാനുള്ള ചാൻസ് ഇതാണ്, ഈ ആവറേജ് R² എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ എഴുതുന്നതിന് ആവറേജ് മീൻ എന്നുള്ളതാണ് R², അതായത് മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ R എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R, ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് R, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ദെൻ മീൻ, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം, അതായത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, എല്ലാതിനെയും സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ എല്ലാം ആവറേജ് എടുക്കണം. അതാണ് മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഇക്വേഷനാണ് ലെഞ്ചവിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം.